ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 6 ചപ്പാത്തി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ചപ്പാത്തി എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയുടെ അളവൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പാലും മുട്ടയും വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചപ്പാത്തി എടുത്തിട്ട് മുട്ടയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാനിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലായിട്ട് പിസ്സയുടെ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പിസ്സ സോസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി അടുത്ത ചപ്പാത്തി അതുപോലെ തന്നെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ചപ്പാത്തി നമുക്ക് ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഇതിന് മുകളിലും നമ്മളിതുപോലെ തന്നെ ആ ഒരു സോസ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മുട്ടയുടെ മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ തക്കാളി, ക്യാപ്സിക്കം ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ചിക്കനോ ബീഫോ ഒക്കെ നിങ്ങൾക്ക് ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ്. ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ലെയറിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളിതൊരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സോസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ഒരു സമയം മാത്രം മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പം നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.